കേരളത്തിന് അപമാനിക്കേണ്ട ഒരു ദിവസമാണിത്. കേരള പോലീസ് വരുത്തി വെച്ചിരിക്കുന്ന ഈ സർക്കാരിന്റെ പിന്തുണയുടെ എന്ന ഈ പരോക്ഷമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ബിന്ദുവിനെ അപമാനിച്ചവർക്ക് മാപ്പില്ല കേരളത്തിൽ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, പാവപ്പെട്ട ഒരു ബിന്ദുവിനെ, പാവപ്പെട്ട സ്ത്രീയെ അപമാനിച്ചവർക്ക് എതിരെ വൈകിയാണെങ്കിലും പേരിന് പോലെ ഒരു നടപടി വരികയാണ്. ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു, ഒരാൾക്കെതിരെ കേസല്ല, ഒരാൾക്കെതിരെ നടപടി വരുന്നു, സസ്പെൻഷൻ വരുന്നു. അത് മതിയോ ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു അംഗം എന്ന നിലയിൽ ആ പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിനോട് മാപ്പി വയ്ക്കുക. വാസ്തവത്തിൽ കേരളം പോലൊരു സംസ്ഥാനം തലകുനിക്കേണ്ട ഒരു ദിവസം, സ്വതന്ത്ര കേരളത്തിൽ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ദളിത് സ്ത്രീയെ, ഒരു പാവപ്പെട്ട സ്ത്രീയെ, 2 പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങൾ ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഒരു പോലീസ് നരാധവൻ എന്നാണോ അയാളെ ഏത് പേരിലാണ് വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയത്തില്ല. എന്റെ സംസ്കാരം അത് അനുവദിക്കാത്തതുകൊണ്ടാണ്. ഇനി ആ SIയെ കാക്കി വേഷത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ സർക്കാർ അനുവദിക്കരുത്. കൂടാതെ അയാളോടൊപ്പം ഈ പാവസ്ത്രീയെ അതിനീചമായി, പൈശാചികമായി ദ്രോഹിച്ച, അവരിപ്പോ ജീവിച്ചിരിക്കുന്നത് തന്നെ അവരുടെ മക്കളുടെയും ഭർത്താവിന്റെയും കരുതലോടുകൂടിയുള്ള സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ആ അമ്മ ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. വല്ലാത്ത അമർഷത്തോടെ ഞാനിങ്ങനെ ഒരു ചർച്ചയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അയാളെയും ആ കൂട്ടാളികളെയും അടിയന്തരമായിട്ട് തന്നെ അതികർശനമായ രീതിയിലുള്ള നടപടികളിലേക്ക് നീക്കണം. കൂടാതെ കേരളീയ സമൂഹത്തിനെ സംബന്ധിച്ചോളം നമ്മൾക്ക് ഏറ്റവും വലിയ ആശ്വാസം, ലോകത്തിനും ഇന്ത്യക്കും മാതൃകയാണ് നമ്മുടെ പോലീസ് സംവിധാനം. അതിൽ ഒരു തർക്കമില്ല. ഇതുപോലെ കുറെ ഒഴുക്കത്തുള്ള ഈ പോലീസ് സംവിധാനത്തിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ 99% കേരളീയ പോലീസുകാർ മനസാക്ഷിയുള്ളവർ നല്ലവരുമാണ്. ഇവനെ പോലെയുള്ളവരാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഗവൺമെന്റിനും സകലതിനും അപമാനം. 1 മാസക്കാലം ഈ നീചൻ ആ വേഷത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു എന്നത് എന്നെ വല്ലാതെ രോഷം കൊള്ളിക്കുക. ഒരു സംശയമില്ല. ഉത്തരവാദി ആരാണ് ശ്രീ റെജി ലൂക്കോസ്? 1 മാസത്തോളം ഈ നീചൻ, കാരണം അറിയാതിരിക്കില്ലല്ലോ, ഈ പാവപ്പെട്ട സ്ത്രീ കയറി ഇറങ്ങാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പോയി പറഞ്ഞു ആ രാത്രിയിലുണ്ടായ കാര്യങ്ങൾ. ആ രാത്രി അങ്ങേയറ്റം എന്താണ്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ രാത്രിയിൽ കൊണ്ടിട്ടിട്ട് അത്രയും നാൾ ആ കസേരയിൽ ഇരുന്നെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അതിൽ നിന്ന് ഞാൻ ഒളിച്ചോടത്തില്ല. അതല്ല, അതിനകത്ത് പറയാൻ 1-2 വാചകങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തെളിവിന്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്? എന്ത് തെളിവിന്റെ പേരിലാണ് അവരെ കള്ളിയാക്കിയത്? എന്ത് തെളിവിന്റെ പേരിലാണ് പരസ്യമായിട്ട് നാട്ടുകാരോടൊപ്പം 2 പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലേക്ക്, ഒരു പെൺകുഞ്ഞുള്ള വീട്ടിലേക്ക് പരസ്യമായി നാട്ടുകാരോടൊപ്പം ഒരു കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ പോയി പരിശോധന നടത്തിയത്? എന്തിന്റെ പേരിലാണ് ആ നീചരായ പ്രസിഡന്റ് എന്ന് പറയുന്ന കാക്കി വേഷധാരി, അവനെ കാക്കി വേഷധാരി എന്നല്ല വിളിക്കണ്ടേ, വെള്ളം ദാഹിച്ചപ്പോൾ, പാതിരാത്രിക്ക് വെള്ളം ദാഹിച്ചപ്പോൾ ആ പാവ സ്ത്രീക്ക്, ആ പാവ അമ്മയ്ക്ക് കക്കൂസിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞത്? ഇതെന്താ ബീഹാറാണോ? അല്ല, ഇതെന്താ അപരിഷ്കൃതമായ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യമാണ്? അവിടെ പോലും നടക്കത്തില്ല. ഇത് കേരളമാണെന്ന് ഈ നരാധമനെ പോലുള്ള അന്വേഷിക്കണം. കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും കേരളീയ പൊതുസമൂഹത്തിനാണ് ഇവർ അപമാനം വെച്ചിരിക്കുന്നത്. ഇനി നമ്മളൊക്കെ മേന്മകൾ പറഞ്ഞ് നമുക്ക് പ്രസംഗിക്കാം, ഒരുപാട് നമുക്ക് അധരമായ വ്യായാമമൊക്കെ നടത്താം. ഞാൻ ചോദിച്ചോളട്ടെ ഒരു കാര്യം അതിനു മുമ്പിട്ട്, ഇതൊക്കെ അറ്റൻഷൻ, ഇത് പലപ്പോഴും നമ്മൾ പറയില്ലല്ലോ, ഇത് ശ്രദ്ധയിൽപ്പെടുന്നില്ല, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ പാവപ്പെട്ട സ്ത്രീ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടിയത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അതായത് 1 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അനുഭവം ഉണ്ടായതിന്റെ അടുത്ത ദിവസം തന്നെ ആ ബിന്ദുവിന്റെ വക്കീലുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി നൽകിയപ്പോൾ സ്വർണ്ണ കട്ടെടുത്ത് അല്ല മോഷ്ടിച്ച കേസല്ലേ അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞതിനകത്ത് ഒരു 100% തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് വീഴ്ച വെച്ചെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണ്ട. എന്തായാലും ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നു. അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോരാ, അയാളുടെ കൂട്ടുപ്രതികൾ, എന്നെ അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തേർവാഴ്ചയിലെ കണ്ടോണ്ട് നിന്ന വനിതാ പോലീസുകാർക്ക് പോലും തെല്ലും മനസാക്ഷി ആ പാവത്തിനോട് തോന്നിയില്ലെന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഈ പരാതി കൊടുത്ത സ്ത്രീയുണ്ടല്ലോ, അവരുടെ മകളും, അവരെ അടിയന്തരമായിട്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കണ്ടേ? കാരണം നിരപരാധിയ ഒരു സ്ത്രീയെ ലോകത്തിന് മുമ്പിൽ അവരുടെ കുടുംബത്തെ അപമാനിച്ച, ഇല്ലാത്ത ഒരു കള്ളക്കേസും ചമത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അധിക്ഷേപിച്ച ആ ആഭരണം കണ്ടു കിട്ടിയിട്ട് പോലും മാപ്പ് പോലും ചോദിക്കാത്ത ആ സ്ത്രീയെ നടപടി എടുക്കില്ല സാർ. പ്രയോറിറ്റി പ്രശ്നമാണ് സാറേ. അവരെ ആ ദിവസം ഒരു 40 വട്ടമെങ്കിലും ഈ പ്രസിഡന്റ് എന്ന പോലീസ് അങ്ങ് പുകഴ്ത്തുകയാണ്, അങ്ങനെ വാനോളം വാഴ്ത്തുകയാണ്. അപ്പോൾ ഈ മനോഭാവമുള്ള പോലീസുകാരാണ് കേരളത്തിലെ ഈ സ്റ്റേഷനുകൾ ജനമൈത്രി എന്നായിരുന്ന ആ ബോർഡ് എടുത്തങ്ങ് മാറ്റണം. ആദ്യമായിട്ട് എടുത്ത് മാറ്റുക. ഇത്തരം വെറുതെ എന്തിനാണ് നമ്മൾ ആ വാചകത്തെയെങ്കിലും നമ്മൾ അപമാനിക്കുന്നത്? അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ശ്രീ വസന്ത് സിറിയക്ക് നോക്കൂ, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ
അപമാനമാണ് അങ്ങേയറ്റം കിട്ടിയത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് അക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന് കരുതുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വിചാരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടേക്ക് നമ്മൾ ചെല്ലുന്നു, ഈ പാവപ്പെട്ട സ്ത്രീയുടെ അഭിഭാഷകനുമായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ പരാതി ഒന്നും നമ്മളൊരു സാമാന്യ മര്യാദയ്ക്കാണെങ്കിൽ എന്താണ് ഈ പരാതി? കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ ഒരുപാട് പേര്, ആ സ്ഥാനത്തിരുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന കസേരയാണല്ലോ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്നവർ. അപ്പോൾ ആ പരാതി ഒന്ന് വായിച്ചു നോക്കണം. കരഞ്ഞുകൊണ്ടാണ്, കണ്ണീര് വാർത്തൊരു സ്ത്രീ അവിടെ വന്നിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം, എന്താണ് ഡീറ്റെയിൽസ് നോക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ഒരു സംവിധാനമാണെങ്കിൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? വസന്ത് സ്ത്രീയെ നോക്കൂ ശ്രീ പ്രജീഷ്, ഇപ്പോൾ കേരളത്തിലെ പോലീസിന്റെ കാക്കി വേഷമൊക്കെ അഴിച്ചുവെച്ച്, അല്ലെങ്കിൽ രാത്രിയിൽ നല്ല പോലെ ചുരണ്ടിയാൽ സ്വർണത്തിന്റെ അടിയിൽ ചെമ്പ് കാണും എന്ന് പറയുന്നത് പോലെ നല്ല പോലെ ഈ കാക്കിയിൽ ഒന്ന് ചുരണ്ടി നോക്കിയാൽ അതിന്റെ അടിയിൽ കാവിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൂർണ്ണമായ ഒരു RSS വൽക്കരണം, സംഘപരിവാർ വൽക്കരണം കേരളത്തിന്റെ പോലീസിൽ ഉണ്ടായിട്ടുണ്ട്, അവരുടെ പൊതു മനസാക്ഷിയിലും ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി ചോദിച്ചത് ഇത് ബീഹാർ ആണോ എന്നാണ്. ആ ബീഹാർ ആണോ എന്ന ചോദ്യം ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ്, വിരൽ ചൂണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്തേക്ക് എത്തപ്പെടുന്നവർക്ക് ഇപ്പൊ പ്രജീഷ് പറഞ്ഞ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ പ്രതീക്ഷയില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട് നിരാലംബയായ ഒരു സ്ത്രീ അവരുടെ അഭിഭാഷകനൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പരാതി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലെ SHOയേക്കാൾ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കപ്പെടേണ്ടത്, പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടേണ്ടത്, വിചാരണ ചെയ്യപ്പെടേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ്. ശശി അവിടെ പരാതിയുമായി വരുന്നവരെ മുഴുവൻ ശശിയാക്കുന്ന നടപടി സ്വീകരിച്ചു. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുമ്പോൾ പിന്നെ ഈ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ ഈന്തപ്പഴ കുരുവിൽ സ്വർണം കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഓഫീസിലേക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യവസായിയോ ഏതെങ്കിലും ഒരു പ്രമാണിയോ ആണെങ്കിൽ അവർക്ക് നൽകുന്ന പരിഗണനയും ഈ പാവപ്പെട്ടവർക്ക് നൽകുന്ന പരിഗണനയും അതൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കുമെന്ന്. സ്വീകരിക്കും. ഏതെങ്കിലും വ്യവസായിയോ കയ്യിൽ പൈസ ഉള്ളവനോ ഏതെങ്കിലും കള്ളു കച്ചവടക്കാരനോ ആണെങ്കിൽ ചുമപ്പൻ പരവനായിട്ട് സ്വീകരിക്കും. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, അവിടെ ഈ ആടുന്ന കസേരയിൽ ഇരുന്ന് നിർബാധം തന്റെ വൃത്തികേട് പറയൽ തുടങ്ങിയ പൊളിറ്റിക്കൽ സെക്രട്ടറി, അയാൾ ഗേറ്റിന്റെ അടുത്തേക്ക് ചാടി ഇറങ്ങും, അവിടെ ചെന്ന് പൂച്ചെണ്ട് കൊടുത്ത് ചുമപ്പൻ പരവതാനിയിലൂടെ ആനയിച്ചിരുത്തും. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്. നോക്കൂ, ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് കണ്ണൂരിൽ ഈ സർക്കാർ വേടനൊപ്പമാണ്, വേടനെതിരെ വലിയ സംഘപരിവാർ ആക്രമണം നടക്കുന്നുവെന്ന്. എന്താണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര? വേടന്റെ പാട്ടും കാടന്റെ പ്രവൃത്തിയുമാണ് ഈ സർക്കാരിൻ്റെത്. വേടനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ വേടന്റെ സമുദായത്തിൽപ്പെട്ട, വേടന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർക്കൊപ്പം കാടന്റെ പ്രവൃത്തിയാണ് അവർക്കെതിരെ കാണിക്കുന്നത്. വേടനൊപ്പം നിൽക്കുകയും കാടന്റെ പ്രവൃത്തി കാണിച്ചുകൊണ്ട് അവരുടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ നേരെ ചീറി അടക്കുകയും ചെയ്യുന്ന പോലീസ് സംവിധാനം. ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? അവിടെ ഒരു വാഴക്കന്ത് കൊണ്ടുപോയി വെച്ചാൽ, തെങ്ങിന്റെ തൈ കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ 10ാം വട്ട റബ്ബർ വെച്ചാൽ ഇതിലും വലിയ പ്രയോജനം ഉണ്ടാകുമായിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ ഇന്ന് അവിടെ ഒരു മന്ത്രി ഉണ്ടോ? ആ മന്ത്രിയെ നിയന്ത്രിക്കുന്നത് പോലും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന് എത്രയോ തവണ അൻവർ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ശ്രീ വസന്ത് ശ്രീക്ക്, ഇപ്പോൾ ഇത്രയും ദിവസം ഈ മഷിനോട്ടം ഒന്നും വേണ്ട, അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നു ആ സ്റ്റേഷനിലെ എല്ലാവരെയും, ആ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും അവിടെ നിന്നും സ്ഥലം മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കാലതാമസം? എന്തിനാണ്? പേരിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ, ഇപ്പൊ രാവിലെ ഈ ഉദ്യോഗസ്ഥനേക്കാൾ ആ സ്ത്രീ, നമ്മൾ ഇരയുടെ ഗ്രീവൻസ്, ഇരയുടെ ആവലാതിയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. കാരണം അവര് സംശുദ്ധയാണെന്ന് തെളിയിച്ച് കഴിയപ്പെട്ടു, അവരുടെ ഭാഗത്ത് നിന്നും ഒരു കള്ളവുമില്ല. അപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോലീസുകാരുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ഇത്രയധികം എന്തിനാണ് വൈകിക്കുന്നത്? ഫയൽ എന്തിനാണ് പിടിച്ചു വെക്കുന്നത്? എന്തിനാണ് അതിന് മേലൊരു അന്വേഷണം വിശദമായിട്ട് അങ്ങനെ കൂലങ്കശമായിട്ട് നടത്തുന്നത്? ആ സ്റ്റേഷൻ തന്നെ ആ ദിവസം രാത്രി ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അടക്കം മനസ്സലിവില്ലാത്ത സ്വന്തം മക്കൾക്കുണ്ടായാൽ മാത്രമേ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന പോലീസുകാർക്കും പാലൂട്ടുന്ന അല്ലെങ്കിൽ പ്രശംസിക്കുന്ന ഈ ഫയലൊക്കെ തന്നെ എടുത്ത് പരാതിയൊക്കെ മാറ്റുന്നവരുടെ പെൺമക്കൾക്ക് വരണം.
അവർക്ക് ഈ അനുഭവം ഉണ്ടാകണം എന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ അറിയാത്ത തെറ്റിന് കള്ള, കള്ളി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു നെഞ്ചത്തുണ്ടാകുന്ന പൊള്ളലുണ്ടല്ലോ, അത് അനുഭവിച്ചാൽ അറിയണം. നമ്മളറിയാതെ നമ്മളൊരു തെറ്റും ചെയ്യാം. നമുക്ക് മക്കളുണ്ട്, ആ മക്കൾ ഇത്രയും, ആ മകൾ അല്ലെ മകൻ ഇത്രയും ദിവസം അനുഭവിച്ച വിഷമങ്ങൾ, അതിന് പരിഹാരം ആര് കൊടുക്കും? എത്ര നമ്മൾ നഷ്ടപരിഹാരം കൊടുത്താൽ അതിന് ഒരു നിവൃത്തി ഉണ്ടാകും? ശ്രീ വസന്ത്. തീർച്ചയായും ശ്രീ പ്രജീഷ്, പോലീസ് മേധാവികൾ ഈ മേലാളന്മാർ അവിടെ ഇരിക്കുകയാണല്ലോ, അവർക്കെതിരെ പരാതിയുമായി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് റെഫർ ചെയ്യാനുള്ള ഒരു മിനിമം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് റെഫർ ചെയ്യുക. അങ്ങനെ റെഫർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിൽ എന്താണ് പരാതിയിൽ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു പോലും നോക്കിയില്ല, വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കോടതിയിലേക്ക് പോകൂ. അങ്ങനെ കോടതിയിലേക്ക് പോകാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ്? അങ്ങ് ചോദിച്ചതുപോലെ നീർന്ന ഹൃദയമായിട്ടല്ലേ ഈ പറയുന്ന മക്കൾ അവിടെ ജീവിക്കേണ്ടത്? നാളെ അവരുടെ ഭാവി അതിനെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു ചോദ്യം പോലും ഇവർക്കൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇപ്പോ ശ്രീ പ്രജീഷ് വൈകാരികമായി പറഞ്ഞല്ലോ, ഒരു പിതാവിന്റെ വൈകാരികതയോടുകൂടി അങ്ങ് പറഞ്ഞല്ലോ, ഇവരുടെ മക്കൾക്ക് ഉണ്ടാവണം. ഇവരുടെ മക്കൾക്ക് ഉണ്ടാവില്ല. കാരണം ഇവരുടെ മക്കൾ സ്റ്റേറ്റ്സിലാണ് പഠിക്കുന്നത്, ലണ്ടനിലാണ് പഠിക്കുന്നത്. ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ മക്കളെല്ലാം വിദേശത്ത് പഠിക്കുകയാണ്. അവർ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് അർമാദിച്ച് പഠിക്കുകയാണ്. ഇവിടെ താഴെ തട്ടിലുള്ളവൻ, സാധാരണക്കാരൻ, അവന്റെ മക്കൾക്ക് മാത്രമാണ് പ്രശ്നം, അവന്റെ കുടുംബത്തിന് മാത്രമാണ് പ്രശ്നം. കരിനിഴൽ വീണ് ആ ജീവിതം നശിച്ചു പോകേണ്ടതായിരുന്നു ആ മാല തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ. ആ മാല തിരിച്ചു കിട്ടി പരാതിക്കാരി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞു എഫ്ഐആർ റദ്ദാക്കാൻ. എഫ്ഐആർ റദ്ദാക്കിയില്ല എന്നുള്ളതാണ് പരാതി. എന്താണ് ഇത്രമാത്രം ജിജ്ഞാസ? 22 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ നടത്തിയെന്ന്. ഇതെന്താ വല്ല കൊലപാതക കേസുമാണ്? ഇതെന്താ വല്ല MDMA കേസുമാണോ? MDMA കേസിൽ, കൊലപാതക കേസിൽ, അട്രോസിറ്റി കേസുകളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പുലർച്ചെ 3:30 വരെ അറസ്റ്റ് ചെയ്ത വിവരം ബന്ധുക്കാരെ, ഇത് നിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ് കോടതി തന്നെ, നിയമം തന്നെ പറയുന്നത്, നിയറസ്റ്റ് ഫ്രണ്ടിനെ അറിയിക്കണം. അതുപോലും അറിയിക്കാതെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, കക്കൂസിലെ വെള്ളം കുടിച്ചാൽ മതി നീ എന്നുള്ള രീതിയിൽ ഒരു മേലാളന്റെ ജന്മിയുടെ ശബ്ദം അവിടെ നിന്ന് കേട്ടു എന്ന് പറയുമ്പോൾ അറപ്പോടുകൂടി വേണ്ടേ നമ്മൾ ആ വാർത്ത വായിക്കാൻ? വെറുപ്പോടുകൂടി വേണ്ട ഇവരെ മാറ്റി നിർത്താൻ? അങ്ങനെ മാറ്റി നിർത്തേണ്ടവർ, ആ അറപ്പോടുകൂടി ഇവരെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടവർ, അവർ കൂടി ഒത്താശ പാടി, അവർ കൂടി ഓശാന പാടി, അവർ കൂടി സ്തുതി പാടി എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് വളരെ ക്ലിയർ ആണ് ഈ സർക്കാരിന്റെ മനോഭാവം, ഈ സർക്കാരിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിങ്, ഈ സർക്കാരിന്റെ രാഷ്ട്രീയ സർക്കാരിന്റെ മനോഭാവം. അല്ലെങ്കിൽ നമ്മൾ കേരള പോലീസിനെ കുറ്റം പറയുന്നില്ല, കേരള പോലീസിൽ നല്ല കഴിവുറ്റ പ്രതിഭകളായ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഇങ്ങനെ മനോസ്ഥിതിയുള്ള ആളുകൾ ഉള്ള പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ എങ്ങനെ നീതി നടപ്പാക്കും? നോക്കൂ, ഒരു എന്താണ് നമ്മൾക്ക് കേവലം പാലിക്കേണ്ട, നമുക്ക് കോടതി അനുശാസിക്കുന്ന, നമ്മുടെ പോലീസ് മാനുവൽ പറയുന്ന രീതിയിൽ ഉള്ള ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, അവർ നിരന്തരം കരഞ്ഞു പറയാണ്, അവർ പ്രതിരോധിക്കാനും ഒന്നും വരുന്നില്ല. ഞാൻ കസ്റ്റഡി എടുക്കുമ്പോൾ അവർ സഹകരിക്കുകയാണ്. സഹകരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീയെ രാത്രിയിൽ മുഴുവൻ 10-20 മണിക്കൂർ ഇങ്ങനെ മാനസികമായിട്ട് അവരെ ഇങ്ങനെ കില്ല് ചെയ്യുകയാണ്. കൊന്ന ഇഞ്ചിഞ്ചായി എന്ന് പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവരൊന്ന് ഇടയ്ക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ബാത്റൂമിലുണ്ട്, പോയി അവിടെ വെള്ളമുണ്ടെന്ന് പറയുന്ന ആ നീചനായ കാക്കിയിട്ട ആ പോലീസുകാരൻ്റെ മനോഭാവം, ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്ന വനിതാ പോലീസുകാർ ഒന്ന് ആലോചിച്ച് നോക്കണം. വനിതാ പോലീസുകാരാണ്, സ്ത്രീ എന്ന സമൂഹം അല്ലെങ്കിൽ സഹോദരിയാണ് കൂടെ, അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും കുറ്റവാളിയാണെന്നങ്ങ് ധരിക്കുക. അവരോട് മാന്യമായിട്ടുള്ള പെരുമാറ്റം അതൊക്കെ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് ഈ പാവപ്പെട്ട സ്ത്രീക്ക് നീതി നഷ്ടപ്പെട്ടത്? എന്തൊക്കെ നടപടിയാണ് ശ്രീ റെജി ലൂക്കോസ് വേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു രാഷ്ട്രീയ കവലപ്രസംഗം നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയോടൊപ്പം നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഇത് കണ്ടു നിന്ന, അവരെ 4 തവണ നഗ്നയാക്കി പരിശോധിച്ചു എന്ന് പറയുന്ന, അതിന് കൂട്ടുനിന്ന, ആ പരിശോധനയോടൊപ്പം നിന്ന ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, അവര് ആരാണെങ്കിൽ പോലും, എനിക്കറിയത്തില്ല സഹോദരിമാർ ആരാണെന്ന്, പക്ഷെ അവർക്കൊക്കെ എങ്ങനെ മനസ്സ് തോന്നുന്നു? ഇവരെ പോലുള്ളവരൊക്കെ ഒരു ശ്രേഷ്ഠത ഒരു സ്ത്രീക്ക് ഇനി പോലീസ് സ്റ്റേഷൻ കയറാൻ പറ്റുമോ? നോക്കൂ പ്രതീക്ഷയെ, കഴിഞ്ഞ 9 വർഷം കൊണ്ട് 122 പോലീസ് ഉദ്യോഗസ്ഥർ, അത് 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ ഇത്തരക്കാരെ പിരിച്ചുവിട്ടൊരു ഗവൺമെന്റ് ഇവിടെ നടക്കുന്നത്. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. 28 പേരെ തല്ലിക്കൊന്നു പോലീസ് സ്റ്റേഷനിൽ, ഒരുത്തരെ പോലും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ആ ബിന്ദുവിന് നീതി കൊടുക്കുന്നുണ്ട്, യാതൊരു തർക്കമില്ല. പിന്നെ ഇതിലൊക്കെ പോയി രാഷ്ട്രീയ നേട്ടം കാണാതെ എന്തിനാണ് ഈ വൈകുന്നത്? ഈ മഷിനോട്ടം എന്തിനാണ്? സമയം ഇത്രയായി. അപ്പോൾ അല്ല വൈകി. ആ പാവപ്പെട്ട ഇര പറയുകയാണ്, ആ പ്രസന്നൻ, വേറെ ആരുടെ ഒരു പേര്. അപ്പോൾ ആളുകളുടെ പേരെന്ന് പറഞ്ഞാൽ അവർ 3 പ്രത്യക്ഷത്തിൽ മാത്രമേ കാണുന്നുണ്ട്. ആ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ ഈ കണ്ടുപോയ ആളുകളെല്ലാം കുറ്റക്കാരാണ്. എന്തിനാണ് വൈകുന്നത്?
ഇത് കേൾക്കും, ഞാനത് പൂർത്തിരിക്കട്ടെ. DGPയുടെ ഉത്തരവനുസരിച്ച് ACP അത് അല്ല അത് കറക്റ്റായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഒരൊറ്റയാൾ പോലും ഇതിനകത്ത് വെറുതെ പോകത്തില്ല. ഈ ഗവൺമെന്റ് പിരിച്ചുവിടാൻ പോലും തയ്യാറായിട്ടുള്ള ഗവൺമെന്റാ. 221 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടേണ്ട വക്കില. പക്ഷേ ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലീസുകാരനെ ഒരു മിനിറ്റ് ഇനി ആ സ്റ്റേഷനിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്ന അയാളെ അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. ഈ SI ഉൾപ്പെടെയുള്ളവർ ഇനി ഒരിക്കലും പോലീസ് സ്റ്റേഷന് പടി പോലും കയറാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത്. അവരെ ജയിലിലേക്ക് തന്നെ അടയ്ക്കണം. തന്നെയുമല്ല, ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ദളിതർക്ക് അനുകൂലമായ നിയമമുണ്ട്. ഏതൊരു അട്രോസിറ്റിയും ദളിതർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ കഠിനമാണ്. ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞേ, ഈ നീതി ഒരല്പം വൈകിന്നുള്ള ചിന്താഗതി എനിക്കുണ്ട്. ഞാനത് തുറന്നു പറയുക. കാരണം ഒരു മാസക്കാലം ഈ പാവ സ്ത്രീക്ക് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമില്ലേ? അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി DGPക്ക് റെഫർ ചെയ്തല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് ഇവരെടുത്ത് ഇവര് അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ മാത്രമാണോ ചെയ്യുന്നത്? ആ പരാതി അവിടെ നോക്കിയിട്ടില്ല, വായിച്ച് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അദ്ദേഹത്തിന് വല്ല വെളിപാടും ഉണ്ടായിട്ടുണ്ടോ നേരത്തെ? ആ പരാതി അല്ല, ഈ പരാതിക്കാരി, നമ്മൾ ഈ നിമിഷം ഈ പരാതിക്കാരി മാത്രമേ കേൾക്കൂ. അതിന് എന്ത് പറഞ്ഞാലും ആ പരാതിക്കാരി അങ്ങേയറ്റം ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരു പരാതിക്കാരുടെ വാക്കുകൾ മാത്രമേ കേൾക്കൂ. അതിന് 100% അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചാൽ ആ പരാതിക്കാരി പറയുകയാണ്, എന്റെ പരാതി ഒന്ന് കേൾക്കുക, വായിച്ചെങ്കിലും നോക്കാനുള്ള സാമാന്യമായ ഒരു മര്യാദ ഇല്ലേ എന്ന് അവരുടെ ഒരു പരിമിതമായ അറിവ് വെച്ച് ആ പാവപ്പെട്ട സഹോദരി ചോദിക്കുന്നെങ്കിൽ എന്തുത്തരം കൊടുക്കണം? അല്ല, അവരുടെ ചോദ്യത്തിന് ന്യായമാണ്. തീർച്ചയായിട്ടും അതിനൊന്നും നമ്മൾ നിഷേധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി കടലാസെടുത്ത് വലിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഈ കോൺഗ്രസ്സുകാരും മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. P ശശിയെ കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം അവര് പോയതിനു ശേഷം അദ്ദേഹം തിരക്കില് വായിച്ചു നോക്കിയതിനു ശേഷം അദ്ദേഹം റെഫർ ചെയ്യും. ആ റെഫർ ചെയ്ത പേപ്പർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. വെറുതെ നമ്മളൊരു വ്യക്തിനെ പിൻപോയിന്റ് എന്ന് പറയേണ്ട ആവശ്യം ഇവിടെ എന്താ? ഇവിടെ ബിന്ദുവിന് നീതികൾ ചർച്ചയിലേക്ക് തിരികെ. ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെ മുന്നിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം എക്സൈസ് കള്ളക്കേസിൽ കുടുക്കി 70 ദിവസത്തോളം റിമാൻഡിൽ പോയൊരു പാവപ്പെട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങുകയാണ്. കാരണം അവരെ റിമാൻഡ് ചെയ്തു. ഇത് ഭാഗ്യം. ആ സ്വർണം രാവിലെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, അതല്ല കിട്ടിയിട്ടും ഇത് മറച്ചു വെക്കാനുള്ള ആ ഒരു താല്പര്യം ഇവർ കാട്ടിയില്ല. അത് നല്ലതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ തുറുങ്കിൽ അടയ്ക്കപ്പെടുമായിരുന്നു. ഈ പാവപ്പെട്ട ബിന്ദു എത്ര ദിവസം കഴിഞ്ഞ്, കാരണം ചെയ്യാത്ത കുറ്റത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ അവർക്ക് ആ രാത്രിയിൽ ഏറ്റുപോയിട്ടുള്ള മാനഹാനി, അങ്ങേയറ്റത്തെ ഉള്ളിലെ പിടച്ചിൽ, അപ്പോൾ അതിനൊക്കെ ഉത്തരവാദിത്തം പറയണം. പിന്നീട് നമുക്കുണ്ടായിട്ടുള്ള, നമ്മൾ അങ്ങേയറ്റം ആത്യന്തികമായിട്ട് നമുക്കൊരു നീതി ഉണ്ടാകുമല്ലോ, അത് നമ്മുടെ ഭരണകൂടമാണല്ലോ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം തുറന്ന സംവിധാനമാണ്. ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ അങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ട് അപരവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് കയറി ചെല്ലാവുന്ന ഒരിടമാണല്ലോ എന്ന് കരുതി പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. അപ്പോൾ അവിടെയും നീതി നിഷേധം ഉണ്ടായി എന്ന് ഇര പറയുന്നു. ഇരയുടെ ഗ്രീവൻസാണ്, ആവലാതിയാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് കുറ്റവാളികൾ, എന്ത് നടപടിയാണ് അർഹിക്കുന്നത്? ആവർത്തിക്കാതിരിക്കാതെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാതൃകാപരമായ ശിക്ഷയുടെ പരമ്പര തന്നെ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. നമുക്കത് വളരെ വ്യക്തമായിട്ടിരിക്കാം. ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എതിരായിട്ടില്ല ഈ ഗവൺമെന്റ്. വ്യക്തമായിട്ടില്ല. തന്നെയല്ല, വേറൊരു കുറ്റകരമായ സംഭവം ഉണ്ടായി. അതായത് നിരപരാധിയാണെന്ന് മാല സ്വന്തം വീട്ടിൽ നിന്ന് ആ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂറോടെ പിടിച്ചെടുത്തിട്ട് ഇനി ഈ നാട്ടിൽ കണ്ടുപോരുന്നോടെ SI പറഞ്ഞു. അത് പറയാൻ അയക്കെന്താ അധികാരം? അയക്ക് ആരധികാരം കൊടുത്തു? ഈ നാട്ടിൽ പോലും കണ്ടുപോരെന്ന് പറയാനുണ്ട്. ആ ഭർത്താവ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവനെ തന്നെ കാപ്പ ചുമത്തി പ്രതിയോ? ഈ SI എവിടെയാ? ഇയാളെഴുതുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ എന്തെല്ലാം അനീതികൾ നടത്തി കാണും. ഇതുപോലൊരു ചെറിയ അംശമുണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് മുഴുവൻ ആക്ഷേപിക്കരുത്. എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാര് മനുഷ്യരോടൊപ്പം നിൽക്കുന്ന 96%, 4% ക്രിമിനലുള്ളത് കേരളത്തിൽ. അതിന് പേരിലുള്ള അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാവും. ഇപ്പൊ ഈ ചർച്ച സഹോദരി കേട്ടോണ്ടിരിക്കുക. എനിക്ക് വേദന അതല്ല. എനിക്കൊരു മോള് പ്രായപൂർത്തിയായത്. ആ 2 പെൺകുഞ്ഞുങ്ങളെ, നിന്നെയും നിന്റെ മക്കളെയും അട്ടക്കുളങ്ങളെ പോലീസ് ജയിലിൽ കൊണ്ട് അടക്കി 3 വർഷം എന്ന് പറഞ്ഞ ഈ പ്രശ്നം എന്ന് പറഞ്ഞ പോലീസുകാരനെ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ട് കാണണം. അവനെ സമൂഹം ബഹിഷ്കരിക്കണം. ജയിലിലിട്ടാൽ മാത്രം പോരാ. ഒരു തർക്കം ഉണ്ടാക്കാര്യത്തിൽ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നതൊക്കെ അമർഷം കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ പോലുള്ള കുറെ എണ്ണമുണ്ട്. നരാധമൻ എന്നുള്ള വാക്കൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്, വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കണം. 1 മാസക്കാലം പിന്നെ അവൻ ആ പോലീസ് സ്റ്റേഷനിൽ യൂണിഫോമിൽ ഇട്ടു. ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ, എത്ര നാണക്കേട്, ലജ്ജാകരമാണ് കേരളത്തിന്. കേരളം തലമുണിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഒരിക്കൽ കൂടി മാപ്പ് പറയാം. അങ്ങയോടൊപ്പം, അങ്ങയുടെ കുടുംബത്തോടൊപ്പം, ആ കുഞ്ഞുങ്ങളോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹമുണ്ട്. മുഴുവൻ കേരളത്തിലുടെയും അവരോടൊപ്പം.
അവർക്കൊരു തൊഴിലില്ല, തൊഴിൽ നഷ്ടപ്പെട്ടു, അവർക്കൊരു തൊഴിലുണ്ടാക്കി കൊടുക്കണം. അതിനുള്ള ജീവിത സംരക്ഷണം സർക്കാരിന് കൊടുക്കണം. കാരണം കേരളത്തെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീനമായിട്ടുള്ള, എന്താ പറയാ, ഏറ്റവും വലിയ അതിശയവും അപമാനമാണ് ഒരു ദളിത് സ്ത്രീക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൽ പോയി പണിയെടുത്തൊരു പാവപ്പെട്ട ഒരു സഹോദരിക്ക് ഉണ്ടായത്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. അതിന് പേര് രാഷ്ട്രീയമായിട്ട് വരുന്നതിനോടൊന്നും നമുക്ക് മറുപടിയില്ല. ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണാനായിട്ട് ഒരു താല്പര്യമില്ല. അല്ലെ എനിക്ക് വേണമെന്ന് ന്യായീകരിക്കാമല്ലോ. കബഡി നിരത്താതെ, മഷി നോക്കാതെ അടിയന്തരമായ നടപടിയാണ്. അവസാനമായി ശ്രീ വസന്ത സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ചില പോലീസുകാരിലെ ചില ആളുകൾക്ക് ഈ മനോഭാവം മാറാത്തത്? വനിതാ പോലീസുകാരെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അവരൊക്കെ ആ സ്റ്റേഷനിലുണ്ടായിട്ട് അവർ തിരിഞ്ഞു നോക്കാനുള്ള ഒരു മര്യാദ പോലും ഉണ്ടായിട്ടില്ല. കാരണം പോട്ടെ, ഒരു കുറ്റവാളി അങ്ങേറ്റത്തെ കൊടും ക്രിമിനലാണെന്ന് വിചാരിക്കുക, അവർക്ക് പോലും അർഹിക്കുന്ന നീതി ഒരു സ്റ്റേഷനിൽ ഉണ്ടാകേണ്ട പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങൾ. വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ 20 മണിക്കൂർ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ബിന്ദു എന്ന സഹോദരി പോലെ എത്രയോ ആളുകൾക്ക് ബിന്ദു തുറന്നു പറഞ്ഞ് പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പോരാടാനിറങ്ങിയ ഒരു കരുത്തിന്റെ പ്രതീകമാണ് പ്രിയപ്പെട്ട സഹോദരിയായ ബിന്ദു. അതുപോലെ സഹിച്ച് ഈ പോലീസിന്റെ ഒക്കെ തെറിവിളികൾ കേട്ട് എത്രയോ പേരിങ്ങനെ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെന്നറിയാമോ ശ്രീ പ്രജീഷ്? എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ആദ്യം കാക്കി മാറിയുന്നത് ഭാവിയാവുന്നത്. 2, ആ പോരാട്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതല്ല, അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസാണ്, പോലീസ് മന്ത്രിയുടെ ഓഫീസ്. ആ ഓഫീസിലെത്തുമ്പോ ഇപ്പൊ നേരത്തെ ഇടതു സഹയാത്രികൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല ആര് പി ശശി ലെറ്റർ എടുത്ത് എറിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ പരാതിക്കാരിക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതയുമില്ല. പരാതിക്കാരി തന്നെയാണ് പറയുന്നത് ആ ലെറ്റർ വലിച്ച് മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ കോടതിയിലേക്ക് പൊക്കോളൂ എന്നാണ് ആ ജന്മി ശബ്ദം അവിടെ നിന്ന് കേട്ടത് എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ പോരാട്ടത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസാണ്. ആ ഓഫീസിലെത്തുമ്പോ അത് വലിച്ചെറിഞ്ഞിട്ട് വന്ന വഴി തിരിച്ചുവിട്ടോ എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ നിന്ന് കേൾക്കുന്നതെങ്കിൽ എന്ത് പ്രൊട്ടക്ഷനാണ് പോലീസിന് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കൂ. പോലീസിന് ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാൽ പോലും ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന്, ഞങ്ങൾക്കെതിരെ ഒരു ശബ്ദം അവിടെ നിന്ന് ഉണ്ടാവില്ല എന്ന് പോലീസുകാർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് വലിയ കൊടുമ്പിരി കൊള്ളുന്നുണ്ടല്ലോ, വലിയ രോമാഞ്ചം നടത്തുന്നുണ്ടല്ലോ. ആ രോമാഞ്ചം എപ്പോഴാണ് ഉണ്ടായത്? നിങ്ങൾ അടങ്ങുന്ന, പ്രജീഷ് അടങ്ങുന്ന, മാതൃഭൂമി അടങ്ങുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇത് ഏറ്റെടുത്തതിനു ശേഷമാണ്. ഇത്രമാത്രം വലിയ പ്രശ്നമായി ഇത് മാറി, ഇത് സർക്കാരിന്റെ മുഖത്ത് വലിയൊരു കറുത്ത പാണ്ടായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ മുഖം കഴുകിയേക്കാം എന്ന് തീരുമാനിച്ച് ആദ്യം SIയെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ എവിടെയായിരുന്നു ഈ സർക്കാർ? എവിടെയായിരുന്നു ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ്? കിടന്നുറക്കമായിരുന്നു, നമുക്കറിയാമല്ലോ. അപ്പോ അവസാനം ഗത്യന്തരമില്ലാതെ, ഗതികെട്ട് മറ്റൊരു വഴിയുമില്ലാതെ നടപടി എടുത്തിട്ട് അതിന്റെ പേരിൽ ഈ പാവപ്പെട്ടവരോടൊപ്പമാണ് മാതൃഭൂമി ന്യൂസിന്റെ ശബ്ദം എന്ന് നമ്മൾ തെളിയിക്കുന്നു. കാരണം അതാണ് ഇന്ന് ഞങ്ങൾ മാതൃഭൂമി ന്യൂസ് ആദ്യം ഈ വാർത്ത, ഈ പ്രിയ സഹോദരിയുടെ വാർത്ത എങ്ങോട്ട് പോകുമെന്ന് ഇങ്ങനെ വാനത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന വ്രണതഹൃദയായിരുന്ന പാവപ്പെട്ട സഹോദരിക്കൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഈ നീചന്മാരായിട്ടുള്ള കാക്കിയിട്ട ചില നീചന്മാർക്കെതിരെ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റിപ്പോർട്ടുകൾ നൽകിയത്. അതിന്മേൽ പാവപ്പെട്ട ഈ സഹോദരിക്ക് നീതി ഉണ്ടാകുന്നു എന്ന തോന്നലാണ്. അതുപോലെ തന്നെ ഈ സഹായഹസ്തങ്ങൾ തേടുന്ന ഭരണകൂടങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ മുൻ MLA ചാർജ് എടുക്കാൻ പോകുന്നുണ്ട്, ചാർജ് എടുത്തിരിക്കുന്നു. അദ്ദേഹമെങ്കിലും ചിന്തിക്കുക, എന്താണ് ജനപക്ഷത്തെ, ജനതാൽപര്യങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള സന്മനസ് ഉണ്ടാകട്ടെ, തിരുത്തപ്പെടട്ടെ. ഈ സംഭവം അതിനൊരു അവസരമായി, ഉദാഹരണമായി മാറട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അതിഥികൾക്ക്, ബിന്ദു അടക്കം ഈ ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.